ഹായ് കൂട്ടുകാരെ, എന്താണ് ചിരിക്കുന്നത്? അമ്മയും മകളും ഭയങ്കര ചിരിയാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശരണ്യ പുതിയൊരു ഐറ്റം ആയിട്ട് വന്നിരിക്കും. പുതിയ ഐറ്റം അല്ല കേട്ടോ, എല്ലാവർക്കും അറിയാവുന്ന ഞങ്ങള് ഡയമണ്ട് ഉണ്ടാക്കാൻ പോകുന്നു. കണ്ട, ഇന്ന് അമ്മയാണ് പറയുന്നത്. ശരണ്യ ഇന്ന് ഡയമണ്ട് ഉണ്ടാക്കാൻ. ഞാനല്ല, അമ്മയുടെ വകയാണ്. ശരണ്യയുടെ വക, ശരണ്യയുടെ. അങ്ങനെ ഞങ്ങൾ ഹാപ്പിയാണ് അല്ലേ? അതെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് സുഖം തന്നെ അല്ലേ? പിന്നെ അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛൻ ഇപ്പോ വരും. പിന്നെ പുറത്തേക്ക് പോയേക്കും. അതെ അതെ അതെ. അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ശരി, എന്നാ നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ശരണ്യ, എന്താണ് ഒറ്റക്കൊക്കെ നിന്ന് ചിരിക്കണത്? ഞാൻ അമ്മയുടെ തമാശ കേട്ടിട്ട് ചിരിച്ചു. പിന്നെ ഇതെന്തിനാ ബീട്രൂട്ട്? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഡയമണ്ട് ഉണ്ടാക്കണെന്ന്. അല്ല, ഡയമണ്ട് ബീട്രൂട്ട് എന്തിനാ? കണ്ടോ എന്റെ ഡയമണ്ട് എങ്ങനെയാണ്? ഞാൻ കണ്ടില്ല. അതെന്താ തുണി അവിടെ വിരിച്ചിട്ടിരിക്കണ? അത് തുടച്ച് കഴിഞ്ഞ് അടിക്കണ ആ, അപ്പൊ ഞാൻ തുടച്ച് കഴിഞ്ഞ് ഇത് എവിടെല്ലാം തൂത്തെല്ലാം ഗ്യാസ് എല്ലാം തൂത്തിട്ട് ഇവിടെ വിളിച്ചു. എന്ന് ഞാൻ ഇവിടെ ആയിരുന്നു വിളിച്ചിരുന്നേ. ഇന്ന് ഇവിടെ അങ്ങോട്ട് വിളിച്ചു. ആ, തുടച്ചു കഴിഞ്ഞ് ഉച്ചക്ക് എല്ലാം പണി തീർന്നു കഴിയുമ്പോഴേ നമ്മള് എല്ലാ പണിയും തീർന്നുമ്പോ അങ്ങനെ ചെയ്യും. കഴുകി വെച്ചു അല്ലേ? കഴുകും. അപ്പൊ ബീട്രൂട്ട് കൊണ്ടാണല്ലേ ചെയ്യണ ഡയമണ്ട്? കൊണ്ടാ നമ്മൾ വെറൈറ്റി ഡയമണ്ട് ആണല്ലേ നമ്മളെല്ലാം നിറം മേടിച്ചല്ലേ എല്ലാരും ചെയ്യുന്നത്? അതെ അതെ. നമ്മള് ബീട്രൂട്ടും കൊണ്ട് ചെയ്യുന്നു. നമ്മൾ 2 ടൈപ്പാണ് ഡയമണ്ട് ചെയ്യാൻ പോകുന്നത്. ഒരെണ്ണം വെള്ളയും ഒരെണ്ണം പിന്നെ ഇതും. അപ്പൊ ഞാൻ ഇതായിരുന്നു. പിന്നെ വേറെ ഒരു കളർ കൂടി ആക്കാൻ ശരണ്യ. എന്തുവാ? മഞ്ഞപ്പൊടി ഇട്ടാ മഞ്ഞ കളറും ആക്കാം. അപ്പൊ 3 മാവ് കുഴക്കണ്ടായോ? നോക്കാം. നമ്മളെ സമയം കിട്ടുന്ന പോലെ നമുക്ക് നോക്കാം. ശരി ശരി. ചവച്ചെടുക്കാം. പക്ഷെ നമുക്ക് ഈ മധുരമുള്ള ഡയമണ്ട് വേണ്ട. അല്ല, മധുരം വേണം നമുക്ക് ചേർക്കാം. എന്ത് ചെയ്യണോ? പഞ്ചസാര പാനിയാക്കാം. പാനിയാക്കിയിട്ട് ഇത് വറുത്ത് കോരിയിട്ട് നമുക്ക് മധുരം ഇല്ലാത്ത ഡയമണ്ട് ഇണക്കിയാൽ രുചിയില്ല. ആണോ? നമുക്ക് പഞ്ചസാര പാനിയായിട്ട് അതിന്റെ പുറത്ത് ഇങ്ങനെ തളിച്ച് ഇങ്ങനെ കുടഞ്ഞ് പേറ്റി എടുക്കത്തില്ലേ, ആ ടൈപ്പിലാക്കി തരാം. എന്നാ ശരി. അപ്പൊ ഒരു തിന്നാനും രുചി കാണും. എന്നാ ഒരു പണി ചെയ്യാം, വെള്ള മധുരം ഇല്ലാതെ ഇണക്കാം. അതെന്താ അങ്ങനെ? 2 ടൈപ്പ് വേണ്ടേ? എല്ലാം മധുരം ഇട്ട് അല്ലെങ്കിൽ രുചി കാണത്തില്ല. ഡയമണ്ട് കടയിൽ എരിവുള്ള ഡയമണ്ട് ഉണ്ട്, അതറിയാവോ? അതും അറിയാം, പക്ഷെ അതിനൊന്നും അത്രക്ക് രുചി വരത്തില്ലെന്നേ. ആണല്ലേ? അതിന് എങ്ങനെയാണെന്ന് അറിയാവോ ശരണ്യക്ക്? എനിക്കറിയാം. മാവ് കുഴയ്ക്കുമ്പോ മുളക് പൊടി ഇട്ട് ഉപ്പ് ഇട്ട് ഇളക്കി വെച്ചിട്ട് കുറച്ച് മസാലപ്പൊടി കൂടി ചേർക്കണം, നല്ല ടേസ്റ്റ്. അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. എന്നാ പല ടൈപ്പ് ഉണ്ടാക്കാം. നമുക്ക് 3 ടൈപ്പ് ഉണ്ടാക്കാം. ശരി ശരി. കൂട്ടുകാരെ, ഞാൻ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ബീട്രൂട്ട് കലക്കിയത് വെച്ചിട്ടുണ്ട്. കൂട്ടുകാരെ, അരച്ച് കേട്ടെ, കലക്കിയതല്ല. അപ്പൊ അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് കലക്കിയ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കുഴക്കാം. ഉപ്പ് ഇച്ചിരി ഇട്ടിട്ടുണ്ട്. ഉപ്പ് തളിച്ചിരി ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബീട്രൂട്ടിന്റെ ഒഴിക്കാം. ഇച്ചിരി ഒഴിച്ചാൽ മതി കേട്ടോ, ഭയങ്കര നേരം ഒഴിക്കും. അപ്പൊ ഇത് കുഴക്കട്ടെ. എന്താ എവിടെ വരെയായി? ബീട്രൂട്ടിന്റെ കുഴ കഴിഞ്ഞു. ഉണ്ട പോലെ ഇങ്ങനെ അടിച്ചടിച്ച് വെക്കണം. കയ്യെ പിടിക്കാതിരിക്കാൻ എണ്ണ തൊട്ട് മൈദ കയ്യെ പിടിക്കാതിരിക്കാൻ വേണ്ടി എണ്ണ തൂക്കണത്.
ഇങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലും പറ്റത്തില്ല. അപ്പൊ ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കുറച്ച് മതിയാ. ഇപ്പൊ ഉപ്പുവെള്ളം ഒഴിക്കാം. അപ്പൊ അതെ ഞാൻ മഞ്ഞപ്പൊടി ഇടാൻ പോവാ. ഏറ്റവും ലാസ്റ്റത്തെ ഇടാം. ബീട്രൂട്ടിന് മുളക് പൊടി ഇടും. നമുക്ക് ഉപ്പിട്ട് കുഴക്കാം. ശരണ്യ രണ്ടെണ്ണം കുഴച്ച് വെച്ചാ ശരണ്യ? ഞാൻ രണ്ടെണ്ണം കുഴച്ച് വെച്ചു. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഇതും കൂടെ ഇടും. മഞ്ഞപ്പൊടിയുടെ മഞ്ഞപ്പൊടിയും കൂടെ. അത് ശരി. രണ്ട് കുഴച്ച് മൂന്നാമത്തെ കുഴക്കാൻ പോവാ. ശരണ്യ, എന്താ ഇതെന്നാ ചപ്പാത്തി വരുത്താൻ പോണോ? ഇത് ഞാൻ നമ്മളെ പണി കിടക്കുന്നേ. ഇനി നമുക്ക് ചപ്പാത്തി പരത്താം. ആ ആദ്യമേ നമുക്ക് മഞ്ഞേന്ന് പിടിക്കാം. ആ ആ മറ്റേ ചപ്പാത്തി വരുത്തുന്നതിലും പാടാണ് ഇത്. ഇത് പാടാ. നമ്മള് മൈദയായോണ്ട് മൈദായോണ്ട് ഭയങ്കര പാടാ. തന്നെയൊക്കെ പാടാണെങ്കിൽ അമ്മയോട് പറ, ഒന്ന് പരത്തി തരാൻ പറ. അമ്മയുടെ കൈക്ക് ഞാൻ നോക്കട്ടെ. എന്റെ അമ്മ നീ ഇപ്പോഴൊരു സാധനം. എന്നാ പിന്നെ ഏതെങ്കിലും ഒരു ഐറ്റം ചെയ്താൽ പോരാഞ്ഞ, രണ്ട് ഐറ്റം ചെയ്താൽ പോരാഞ്ഞ. ഇത് ഒത്തിരിയായി. ഞാൻ 2 ഐറ്റമായിരുന്നു ഉദ്ദേശിച്ചത്. ഞാൻ 3 ഐറ്റം ഉദ്ദേശിച്ചേ. നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ നന്നായിട്ട് ഉണ്ടാക്കണം. ഒരു ഭംഗിക്കല ഉണ്ടാക്കണം. ഇതേ ഇപ്പൊ നമ്മൾ ആട്ട മാവൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വരും. ഇത് റബ്ബർ പോലെ ഇരിക്കുമല്ലോ. ഞാൻ പരത്തി തന്നെ. ഞാൻ പറ്റാം. എന്നാ പൊടിയിട്ട് പരത്തും. അമ്മ ചുമപ്പും എരിവുള്ളത് അമ്മ. എനിക്ക് തോന്നി കൈ ഊത്തലെടുക്ക. അമ്മയുടെ കൈ ഊത്തലെടുക്ക. കുഴച്ച് ഞാനല്ലേ. അമ്മയുടെ കൈ ഊത്തര നല്ല മനസ്സിലായി. അല്ല, ഈ വെള്ളപ്പൊടി ഇട്ടെന്നാ അതിന്റെ കളറ് പോയി. അത് കുഴപ്പമില്ല. നമുക്കിങ്ങനെ അടിച്ചെടുക്കാം. അത് കുഴപ്പമില്ല. അത് വന്നോളും കളറ്. കയ്യിലായോണ്ട് ഈ കല്ല് കൊണ്ട് ഓടുന്നുണ്ട്. എന്നാ ഞാൻ പരത്തട്ടെ. പറ്റിക്കോ. കൊതി ചെയ്യുന്ന ആർക്ക് വേണേലും പറ്റിക്കോ. അല്ല വേണ്ട, ശരണ്യ തന്നെ പരത്തി. ഞാൻ ഇനി അത് കൊളാക്കി തന്നെ. ഞാൻ പരത്തുമ്പോ അത് പൊട്ടിപ്പോയെന്നാ പിന്നെ പൊട്ടിപ്പോകാൻ പാടില്ല കേട്ടോ. നല്ല ഭംഗിയില്ലേ? നല്ല ഭംഗിയുണ്ട് കേട്ടാ. ചപ്പാത്തി ചൂടാൻ കൊള്ളാം. അതെ 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 അതെ. ഇങ്ങനത്തെ ചപ്പാത്തി ചുട്ടാൽ ചുട്ട് നോക്കാം നമുക്ക്. എങ്ങനെ ചപ്പാത്തി കിട്ടാലും ചപ്പാത്തി തിന്നാ പോരെ. കളർ വേണമെന്നുണ്ട്. കളറാകുമ്പോ പക്ഷെ ചപ്പാത്തിക്ക് ഒരു കാര്യം മഞ്ഞപ്പൊടി കളർ പറ്റിയല്ല. പറ്റത്തില്ല. പക്ഷെ മുളക് പൊടി മുളക് പൊടിയാകുമ്പോ ചപ്പാത്തി വെറുതെ ചുട്ട് തിന്നാം. എരിവുണ്ടാവും. അതെ അതെ പപ്പടം ഉണ്ടല്ലോ അങ്ങനത്തെ. അതെ അതെ. പപ്പടമുണ്ട്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാം പരത്തിയേച്ചും കട്ട് ചെയ്താ പോരെ. അല്ല, വേറെ വേറെ പരത്തിരുവാണ്. എനിക്ക് അമ്മ പറഞ്ഞത് നേരത്തെ എനിക്ക് ചുട്ട് എണ്ണയ്ക്കകത്ത് ഇട്ടൊന്ന് എടുക്കാം. അതെ അതെ അതെ. അത് അപ്പൊ എന്നാ ഇപ്പൊ പരത്തിയിട്ടുണ്ടെങ്കിൽ ഇനി കട്ട് ചെയ്യാല്ലേ. ആ. ഇനി പരത്താനുണ്ടല്ലേ അത്. നോക്കട്ടെ. അപ്പൊ അതെ പരത്തിക്കൊണ്ടിരിക്കും എന്നോട് മേടിച്ച്. ഞാനിത് പരത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുമോ? നന്നായിട്ട് പ്രസ് ചെയ്ത് പരത്തിയ കാരണം ഇനി ഇതുമ്മേ കല്ല് എനിക്ക് എന്തായാലും എന്റെ ചപ്പാത്തി കിട്ടണം. ഓരോന്നറിയാമല്ലോ ഒട്ടിയിരിക്കുന്ന കാരണം. ഒരു കാര്യം അറിയണം. ഒരാള് ഇതിന് വേണ്ടി ബീട്രൂട്ട് അരച്ച് ചെറിയ പറയട്ടെ പറഞ്ഞ ബീട്രൂട്ട് അരച്ചിട്ട് അതിന്റെ അടപ്പന അല്ലെ ഈ ജാറിന്റെ അടപ്പ് തുറന്നതേ എന്റെ പാൻ്റെ മൊത്തം ആക്കിയിട്ടുണ്ട്. അമ്മയുടെ നൈറ്റിയിൽ പോയിട്ട് മൊത്തം ഇവിടെ ചെതറി അല്ലേ. ആണ്. അങ്ങനെ ശരണ്യക്ക് ഇന്നൊരബദ്ധം പറ്റി. അതെല്ലാവർക്കും പറ്റും. വീഡിയോ ചെയ്യാൻ മറന്നു പോയി കേട്ടോ. വേറൊന്നുമല്ല,
ഞാൻ അരക്കണുമ്പോൾ സൗണ്ട് ഉള്ളതുകൊണ്ടാണ് ആ വീഡിയോ ചെയ്യാഞ്ഞത്. അല്ലെങ്കിൽ ക്യാമറ വരെ പോയേനെ അരപ്പിൽ. അപ്പൊ അതെ പരുത്തിയെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്കിനി കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നാ ഞാൻ കട്ട് ചെയ്താ ചെരിഞ്ഞു പോവാ. എന്നാ ഞാൻ കട്ട് ചെയ്യട്ടെ. എന്റെ കൈ കിടന്ന് വിറക്കുന്നുണ്ട്. ആണോ? എന്നാ ഞാൻ കട്ട് ചെയ്യാം. അപ്പൊ ഞാൻ വീഡിയോ എടുക്കാം. ഞാനാണ് കട്ട് ചെയ്യണത്. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെ പറയണം കേട്ടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതെ അതെ അതെ, കണ്ട സൂം ചെയ്ത് കാണിച്ചു കൊടുത്തേ. മുറിക്കോ? ഇങ്ങനെ ആദ്യം കട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാനല്ലേ ഇപ്പൊ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ. എന്നാ ശരണ്യയുടെ ആഗ്രഹമല്ലേ, ശരണ്യ തന്നെ ചെയ്തു. വാ, ശനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഞാനാണിപ്പോൾ കട്ട് ചെയ്യാൻ പഠിപ്പിച്ചു തന്നത്. സെയിം വീതിക്ക് തന്നെ അല്ലേ? ഞാൻ അളവെടുത്ത് സ്കെയിലിങ്ങനെ അമ്മ നോക്കി നിപ്പുണ്ട് അത് കാണാൻ അല്ലേ? നല്ല രസമുണ്ടല്ലോ. ശരണ്യ കട്ട് ചെയ്ത് തീർന്നല്ലേ? ചായച്ച് കട്ട് ചെയ്ത്. അച്ഛൻ വന്നിട്ടുണ്ട്. ഗേറ്റ് തുറക്കണ ഒച്ച കേട്ടല്ലേ? കട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്യാം. ആഗ്രഹമുള്ളവർക്ക് വന്ന് കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്യാം. കട്ട് ചെയ്താൻ പോവാ എന്നോട് മേടിച്ച്. ഇത് ചതുരത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. ഇതൊക്കെ കൊളായിപ്പോയി ശരണ്യ. എനിക്ക് ഡയമണ്ടും പറയുമ്പോളേ നമുക്ക് പിന്നെ എന്തെങ്കിലും ഷേപ്പ് കിട്ടിയാൽ മതി. ഷേപ്പ് കിട്ടിയാൽ മതി. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത ഡയമണ്ട് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. മുറിക്കാൻ അത് മറന്നു പോയിക്കാണ്. ഞാൻ പറഞ്ഞു തന്നെ എല്ലാം മുറിക്കണം. ഡയമണ്ട് ഒന്നും ആയിട്ടില്ല, എന്തോ ഇത് കിട്ടിയിട്ടുണ്ട്. അതെ, എല്ലാം ഞാൻ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ? ബീട്രൂട്ട് വരത്താൻ പോവുകയാണ് ശരണ്യ. ബീട്രൂട്ട് അതാണ്ട് അത്തയിട്ട് വെച്ചിരിക്കുന്ന പോലെയുണ്ട്. അടുത്ത അതുകൂടി ചെയ്യാം. നമുക്ക് വെള്ളം ഗോതമ്പ് പൊടി മൈദ അന്നേരം പരത്താൻ നമുക്കൊരു എളുപ്പമുള്ളൂ. സുഖം കിട്ടും. അച്ഛൻ വന്നേച്ചും പിന്നെ എന്തോ മറന്നു പോയെന്ന്. ഇത് മേടിക്കാൻ പോയി. റിസൾട്ട് മറന്നു പോയിട്ട് ഇതേ വന്നിട്ടുണ്ട് അച്ഛൻ. ഇത് കറക്റ്റ് ഡയമണ്ട് ചെറുതായിട്ടുള്ളൂ. ഇത് ഞാൻ ചെയ്ത് വന്നപ്പോ അങ്ങനെ ആയുള്ളൂ. നമുക്ക് ഇന്ന് ഇവിത്തെ പിടിക്കാം. അത് അച്ഛനെ കൊണ്ട് നമുക്ക് കട്ട് ചെയ്യിക്കാം അല്ലേ? ആരെക്കൊണ്ട് കട്ട് ചെയ്യാത്ത എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഡയമണ്ട് ആയിട്ട് കിട്ടിയാൽ മതി. അങ്ങനെ മതി അല്ലേ? പരത്തുമല്ലോ. ഇച്ചിരി വെള്ളം കുടിപ്പിക്കുന്നത് ആണല്ലേ? ബീട്രൂട്ട് ഇരിക്കുമ്പോ കൂടെ വെള്ളം വരും. തന്നെ തൂത്തണ്ടിരിക്കണം പൊടി. തൂത്താണ്ടിരിക്കാം. ഇത് നമ്മള് പൊളിച്ച് കഴിയുമ്പോ ഇത് ചുമല നിറം ആവാൻ സാധ്യതയുണ്ട്. എനിക്ക് അറിയാൻ മേല. ഞാൻ ആദ്യമായിട്ട് ചെയ്യുക. അപ്പൊ നമുക്കിനി കട്ട് ചെയ്യാം. അച്ഛൻ വന്നിട്ടുണ്ട്. നമുക്ക് അച്ഛനെ കൊണ്ട് തന്നെ കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യുന്ന അച്ഛനോട് പോട്ടെ. ചപ്പാത്തി തടിയല്ല. അത് മൊത്തത്തിലായോണ്ട് പരത്തി വന്നപ്പോ കല്ലിനേലും ചപ്പാത്തി കല്ലിനേലും വലുതായി. ഇതിപ്പോ ഡയമണ്ടായിട്ട് വെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുപോലെ ഇതും ഡയമണ്ടായിട്ട് നമുക്ക് വെക്കണം. വെട്ടാവോ? അല്ലെ ശരണിയല്ലേ ഞാൻ എന്നെ ശരണി ചെയ്തിട്ട് പണി ഉടനെ എന്നെ ഏൽപ്പിച്ചേക്കെ അച്ഛാ ഞങ്ങള് ഡയമണ്ട് വെട്ടിയിട്ട് അത്രയും നല്ല ഡയമണ്ട് ആയില്ല. അപ്പൊ അച്ഛനാകുമ്പോ നന്നായിട്ട് വെട്ടുമെന്നും പറഞ്ഞ് അമ്മയും പറഞ്ഞായിരുന്നു. അച്ഛനപ്പോ ഒരു പണിയേ, അച്ഛൻ കൈ കഴിയച്ചുമാ. അച്ഛൻ വെട്ടാൻ തുടങ്ങി. അച്ഛനെ ഇറച്ചി കട്ട് ചെയ്യണ പോലെയാണല്ലോ ശരണ്യ. അച്ഛൻ്റെ കട്ട് ചെയ്യലുണ്ട്.
ശരണ്യ ഇച്ചിരി മാറി നിന്നു. വലിയ ഒന്നൊന്നര വലിയ ഒന്നുകൂടെ കട്ട് ചെയ്യാം. അത് ശരി ഞാൻ പറഞ്ഞോളാം. ഉണ്ടോ ശരി ഉണ്ടോ ശരി പറഞ്ഞ എന്നാ ശരി പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാത്തിൻ്റെ സൈഡൊക്കെ കറക്റ്റ് ചെയ്തു. നമ്മുടെ മറ്റേ അച്ഛൻ വന്ന വഴി അടുക്കളയിൽ കയറി. എന്ത് പറയാനാ, അമ്മ കാണരുത് ആ ഷർട്ടൊക്കെ ഇട്ട് അടുക്കളയിൽ കയറി. വന്നു പറഞ്ഞാൽ എനിക്ക് പണി തന്നു. അപ്പൊ അച്ഛാ അച്ഛൻ ഡയമണ്ട് കട്ട് ചെയ്യാണ്. ആഹാ കണ്ടാ കൂട്ടുകാരെ, ഡയമണ്ട് കട്ട് ചെയ്യണണ്ട. അച്ഛൻ നല്ല അടിപൊളിയായിട്ടാണ് ഡയമണ്ട് കട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ കൂട്ടുകാരെ നമുക്ക് മുളക് പൊടി അച്ഛനെ കൊണ്ട് പറ്റിക്കും. അല്ല പോയതല്ല അത് അതങ്ങനെ വരും. അപ്പൊ അതിനൊരു പ്ലേറ്റ് എടുക്കുക ശരണ്യ. ഇങ്ങനെ പിടിച്ചോ. അത് ഒരു പ്ലേറ്റിൽ ഇതുപോലെ അടുക്കണേ. ഞാൻ ശരണ്യ ഇതേ പ്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛനും മകളും കൂടി ആയപ്പോഴാണ് ഒന്ന് കളറായി കിട്ടിയത്. അതെനിക്ക് തന്നെ തോന്നണുണ്ട്. രണ്ടുപേരും കൂടി വന്നപ്പോഴാണ് തീർതി പണിയായത്. ആ കണ്ടാ കൂട്ടുകാരെ, അച്ഛനും മകളും കൂടി ഡയമണ്ട് കട്ട് ചെയ്തത് ഒന്നുകൂടി കട്ട് ചെയ്ത് പാത്രത്തിലാക്കിക്കൊണ്ടിരിക്കുക. ശരണ്യ ഒന്ന് കാണിച്ചു കൊടുത്തേ ചായച്ചി. ആ കണ്ടാ അവരെന്നാ പെറുക്കി എടുത്തോണ്ടിരിക്കുകയാണ് അതിൽ നിന്ന്. അമ്മ ഇതൊക്കെ കാണുന്നുണ്ടോ? അച്ഛൻ്റെ കാണുന്നുണ്ട്. എന്നാ കാണുന്നു? അച്ഛൻ്റെ മുറിക്കണ അതേ കാണുന്നുള്ള. അച്ഛൻ ഇട്ടിരിക്കുന്ന ഉടുപ്പോട് കൂടി വന്ന് അടുക്കള കയറിയതിനെ അമ്മ കാണുന്നില്ലേ? അച്ഛൻ ഞാൻ വാദിക്കാൻ നിന്നപ്പോ അച്ഛനെ കണ്ട് വന്നുണ്ട്. അല്ലെന്നേ ഞാൻ പറഞ്ഞ അമ്മ വഴക്കിടും അച്ഛൻ ആ വന്ന ഉടുപ്പോട് കൂടിയൊക്കെ. ആ പൊടിയൊക്കെ പറ്റിച്ച് കൊണ്ടുപോയിടും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ പണി നടത്തിക്കൊണ്ടിരിക്കുക. എന്നെ ഉടുപ്പൂരാൻ പോലും സമയം കിട്ടാതെ അച്ഛനെന്ത് ചെയ്തായിരുന്നു പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ഉടനെ കയ്യും കഴുകി നേരെ കൈ കഴുകുക ഇതിന്മേലാട്ട് അപ്പൊ ഇനി ഒരു ഐറ്റം കൂടി പരത്താനുണ്ട് അച്ഛാ. അതെ, അത് മുളക് പൊടി ഇട്ട് കുഴച്ച് വെച്ചിരിക്കുക. ഞാൻ വരിയില്ല, ഞാൻ വിട്ടുപോയി. അപ്പൊ കൂട്ടുകാരെ അപ്പൊ ശരണ്യ ഒരു പണി, അച്ഛൻ അത് പരത്തണ നേരത്തെ ആ ചുടിയാണ് പറക്കിയല്ല. അച്ഛൻ പരത്തണത് കണ്ട മുളകിട്ടത് ആയോണ്ട് അമ്മ ഇച്ചിരി മാറി നിന്ന്. അല്ല ഞാൻ ഭർത്താന്ന് പറഞ്ഞാണ്. അച്ഛനാണ് പരത്തിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ വട്ടത്തിലൊന്നും അല്ല പരത്തണത് അല്ലേ, എങ്ങനെയാണെന്ന് അച്ഛന് തന്നെ അറിയാമല്ലോ. ലാസ്റ്റ് ഏത് രീതി വരുമെന്ന്. അല്ല ഞാനൊരു കാര്യം പറയാം, ചപ്പാത്തി കല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയോ? അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞോണ്ട് പരത്തണ എന്തിനു? അല്ല ഇത് പീസാക്കാനുള്ളതല്ലേ, കറക്റ്റ് വട്ടം വന്നോന്നില്ലേ? ആ കണ്ട, അതേ സപ്പോർട്ട് ചെയ്യാൻ അമ്മ. കറക്റ്റ് വട്ടം വരാന്നില്ല. ഇത് നമുക്ക് ഇത് മുറിക്കാനുള്ളതല്ല. ആ എന്നാ ഒരു പണി ചെയ്തേ, ഒരു പാത്രം എടുത്തു കൊടുക്കും. അല്ല ഇത്ര നേരം പരുത്തി എന്റെ കയ്യിലൊന്നും ഇല്ല. അച്ഛൻ മൊത്തം ഇച്ചിരി വന്ന് ഇരിക്കുന്നേ ഉള്ളു. അതെ അതെ അതെ. ആ അപ്പൊ കൂട്ടുകാരെ ഇതിന്റെ ഇടയ്ക്ക് ശരണ്യ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് അല്ലേ. ഭയങ്കര പാചകത്തിലാണ് കേട്ടാ കൂട്ടുകാരെ. ഇന്ന് ശരണ്യ ഒരു ഡയമണ്ട് പരിപാടി വന്നപ്പോ അതെ അച്ഛൻ ഏറ്റെടുത്ത് അങ്ങോട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുക. അത് ഇച്ചിരി കട്ടിയുള്ള ഡയമണ്ടാണ് കേട്ടാ. സത്യത്തിൽ ഇതിന് ഇച്ചിരി നൈസാ. കാരണം എന്താ, ഇത് ഞാൻ അതെ അതെ അച്ഛൻ പരുത്തി ഇച്ചിരി കട്ടി ഇതിനുണ്ട്. അതെ 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 അതെ. അത് അച്ഛന് വേണ്ടി അമ്മ സപ്പോർട്ട് ചെയ്യാൻ. ശരണ്യ എന്തായി? തിളച്ച ഒരെണ്ണം ടെസ്റ്റ് ചെയ്തല്ലേ? ഇട്ട് നോക്കാം. അതെ അവിടെ അച്ഛനെ കട്ട് ചെയ്ത് തീർന്നാന്ന് കൂടി ചോദിക്കാം. ആ എന്നാ ശരണ്യ എല്ലാം കൂടി പെറുക്കിയിട്ടോ അങ്ങോട്ട്. ആ കോരി തവി എടുത്ത് തരാം. ചായച്ചങ്ങോട്ട് ഇട്. ആ ഓരോന്ന് പെറുക്കി എപ്പോ തീരാനാണ് ശരണ്യ? കൂട്ടുകാരെ ഇത് കണ്ട ഡയമണ്ട് ഇട്ടോണ്ടിരിക്കുകയാണ്.
ശരണ്യ എന്തോ എങ്ങനെയുണ്ട്? അടിപൊളി സാധനമാണല്ലേ? അടിപൊളി സാധന. പക്ഷെ ഞാൻ പരുത്തി വെച്ചപ്പോ എല്ലാം കൂടെ കൂടി കിടക്കുന്നോണ്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇടാൻ പറ്റുമോ? നമ്മൾ കോരിക്കറി വെച്ചൊന്ന് ഇളക്കാം. ഇളക്കി മറിച്ചെടുത്തു. അപ്പൊ ഇത് ഏകദേശം മൂത്തത്തുണ്ട്. നമുക്കിനി കോരി എടുക്കാം. ഏണ്ട അമ്മ പാത്രമൊക്കെ പിടിച്ചെന്ന് നിൽക്കുകയാണ്. അവിടെ അച്ഛൻ അവിടെ എവിടം വരെ അയച്ചാ കട്ടിങ്? അച്ഛാ ഇതോ കട്ടിങ് ഇടുമ്പോഴാണ് കട്ടിങ് അതേ നടന്നുകൊണ്ടിരിക്കുന്നു. ശരണ്യ ഇവിടെ തീരും. ഉള്ളത് കോരിയത് ഇങ്ങോട്ട് ഇട്. അമ്മ പാത്രവും പിടിച്ചോണ്ട് നിൽക്കണം. ഒത്തിരി നേരമായി. ഓ, ഇല്ല. ഇതെന്നോട് കാണിക്കണം. ആ കടുക്കലാണിരിക്കുന്നത്. അതെ 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 അതെ. അത് കിടക്കുന്ന ഒരു കഷ്ണം കൂടെ ഉണ്ടായില്ല. ഒരു ദിവസം ഞാൻ കണ്ടില്ല, കാണാൻ മേലായിരുന്നു. ഏകണ്ട കൂട്ടുകാരെ, അങ്ങനെ ഡയമണ്ട് റെഡിയാക്കി. മഞ്ഞ ഡയമണ്ട് അല്ലേ? മഞ്ഞ. ഇനി കുറച്ച് മഞ്ഞയും കൂടെ ഉണ്ട്. ഇനി നമുക്ക് പഞ്ചാര പാനിയാക്കണം. അത് ഞാൻ ഇത് കഴിയുമ്പോ പാനിയാക്കി കാണിച്ചു തരാം. ശരി ശരി. ഇനി അതെ രണ്ടാമത്തതും കോരി പാത്രത്തിൽ ഇട്ടോണ്ടിരിക്കുക. എണ്ണ ചെലവ് കുറച്ച് മതി കേട്ടോ. കുറച്ചെണ്ണ മതി. കുറച്ചെണ്ണ മതി. ഇത്തിരി എണ്ണ വേണ്ട. അതെ ചെലവുമില്ല. ഒത്തിരി ചെലവില്ല. നമ്മൾ അച്ഛന്റെ ആ നേരത്തെ അവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ അച്ഛാ? ഞാൻ ഇന്നലെ എനിക്കൊരു പണി തന്നതാണ്, ഞാൻ സഹായിക്കുക. അതെ അതെ അതെ. ഞാൻ പണിതന്നെയല്ല, പിന്നെ അച്ഛന്റെ മനസ്സുകൊണ്ട് തോന്നി എന്നാ കൊച്ചിനെ സഹായിച്ചേക്കാവുന്ന അച്ഛന് തോന്നി. അങ്ങനെ അച്ഛൻ വന്ന് ചെയ്തു. ഞാൻ പറഞ്ഞിട്ടല്ല. അതെ 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 അതെ. എന്റെ തന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ അച്ഛാ അടുത്ത എണ്ണയിലാട്ട് ഇട്ടു അച്ഛൻ. ഏതാ ഇത്? ബീട്രൂട്ട് അടുത്ത ബീട്രൂട്ട് ഇട്ടോണ്ടിരിക്കാണ്. കളർ ഏതാകും ദൈവത്തിന് അറിയാല്ലേ അല്ലേ ശരണ്യ? ഇതൊക്കെ നോക്കട്ടെ. അത് ഒരു കളറുണ്ട്. കളറുണ്ട്. അത് തവിയൊന്ന് മാറ്റിക്കേ ശരണ്യ. എന്താ ചെന്നെ ആകാംക്ഷയും തീർച്ചയായി. അതെ അതെ ശരണ്യ. എണ്ണയ്ക്ക് തീർച്ചയായും മാറി തീർച്ചയായും ഞാൻ ഏറ്റുപോലെ ശരണ്യ ഇച്ചിരി നീങ്ങി നിന്നോ അഥവാ അതെ നേരം ഇച്ചിരി മാറി നിന്നു. തീർച്ചയായി. കണ്ടാ കൂട്ടുകാരെ? അതെ അപ്പൊ കളറ് മറ്റേ എല്ലാരും ആകാംക്ഷ ഈ വശമൊക്കെ ഒന്ന് അനക്കി കൊടുത്തേരും. അത് മൊത്തം അച്ഛൻ തന്നെ അത് ഏറ്റെടുത്തല്ലേ ശരണ്യ? നേരാണ്. ശരണ്യയുടെ മേത്ത് എണ്ണയൊക്കെ തെറിച്ച് വീണാലോ അല്ലേ? രണ്ടുപേരും കൂടി ചെയ്യുമ്പോ ചിലപ്പോ എണ്ണയൊക്കെ തെറിച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതെ അമ്മ എന്നാ അരിപ്പ എടുത്തോണ്ട് പോണം. അതെ അതെ അതെ. അപ്പൊ അതെ കണ്ട അതെ നമ്മുടെ ബീട്രൂട്ടിൻ്റെത് ഇങ്ങനത്തെ ഒരു കളറാണ് കിട്ടിയിരിക്കുന്നത്. അച്ഛൻ്റെ ഷർട്ടിന്റെ കളറും ആ കോരണേന്റെ കളറും ഒക്കെ ഒന്ന് തന്നെയാണെന്നാണ് അല്ലേ? എന്തായി? ചെറുതായിട്ടൊന്ന് നോക്കാനല്ലേ? നോക്കാനല്ലേ? ഇത് മൂക്കുമ്പോൾ അറിയാൻ പറ്റും. കാരണം ഇത് ഒരു സൗണ്ട് കേൾക്കും. പിന്നെ അതിൻ്റെ കുറയും. അതെ 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 കൂട്ടുകാരെ, പത കുറയുമ്പോ മനസ്സിലാവും. ഇതിപ്പോ ക്യാരറ്റിന്റെ കളറായിപ്പോയല്ലോ. ഓ വെള്ളം കൂടി ചെയ്യേണ്ടതായിരുന്നല്ലോ. സുഖമായിട്ട് ചെയ്യാം. വെള്ളം നമുക്ക് മാവ് കുഴച്ച് വെള്ളം ഞാനില്ലാതെ പോയി. ഞാനില്ലാഞ്ഞോണ്ടാ. ശരണ്യ തന്നെ കൊണ്ടുവന്ന പണിയാണ്, പരിപാടിയാണ്. ശരണ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയമണ്ട് ഉണ്ടാക്കിയേക്കാം. നേരത്തെ കൊണ്ട് കഴിക്കാനായിരുന്നു. എന്നാലും അച്ഛനും ഇല്ലല്ലോ. അതെ 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 അതെ. ഒന്നിച്ചെടുക്കാനാണ്. അല്ല ഒന്നും ചെയ്യാനില്ല. എന്താണ് ശരണ്യക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്.
സമൂസ പോലെ തയ്ക്കല്ലേ? നമ്മള് വെക്കാതിരിക്കുന്ന അതെ. അവിടെ പക്ഷെ അച്ഛൻ ചെയ്തതിന് ഇച്ചിരി കട്ടി കൂടുതലാണ് അച്ഛാ. കട്ടി കൊടുക്കണം. മനസ്സിലായ? കട്ടി മറ്റേ ആ മഞ്ഞക്കാണ് കട്ടി കുറവ്. ഞാൻ തന്നെ പരുത്തി കട്ട് ചെയ്ത് അതെ, ബീട്രൂട്ട് ശരണ്യാണ് പരത്തിയത്, എന്നാലും ഇച്ചിരി കട്ടി കൂടി പോയി. അച്ഛൻ മുറിച്ചപ്പോ കട്ടി കൂടി പോയി. പേടിക്കണ്ട, മുളക് പൊടി വെള്ളം നിർത്തി വരുന്നുണ്ട്. ആണല്ലേ? ആ മുളക് പൊടി ഇട്ടത് വെള്ള കളറിലാണ് തോന്നിക്കുന്നത്. ആദ്യം കുഴപ്പമില്ല, ചട്നി കഴിക്കും. നമ്മള് മുളക് പൊടി പൊടിച്ചായോണ്ട് ഇച്ചിരി ആ ഇത്തവണത്തെ മുളക് പൊടി പിരിയം മുളക് പൊടി അല്ല, മറ്റേ സ്വന്തമായിട്ട് പൊടി. സാദാ മുളക് പൊടിപ്പിച്ചതായിരുന്നു. വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ്. മുളക് പൊടി വേറൊരു നിറമായി. അതെ 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 അതെ. അതിലാണ് ശരണ്യ ഇടുന്നത്. അതെടുത്തിനകത്തിട്ട് ഞാൻ വെച്ചു. അതെ അതെ അതെ. അടുത്തതായി ശരണ്യ സ്ഥലം കുറവാ ഈ ഗ്യാസ് കൊണ്ട് നെയ്യ് രണ്ടടപ്പ് കൂടി ഉള്ളതുകൊണ്ട് ഇവിടെ പാചകത്തിന് സ്ഥലം കുറവാണ്. പഞ്ചസാര പാനിയാക്കാൻ പോയില്ല. വേണ്ട, കുറച്ച് മതി. ബാക്കി മധുരം ഇല്ലാതെ തിന്നാ പോരെ? ആ മതി മതി അച്ഛൻ. ആ കൊള്ളാം. ഇത് നമുക്ക് മധുരം ഇല്ലാതെ തന്നെയാണ് അത്രയും നല്ലത്. ഇതിപ്പോ പഞ്ചസാര കുറുക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്നു. നമ്മൾ പുറത്തൊന്നും ചെയ്യുന്നത് ശരിയല്ല. അതെ അതെ അതന്നെ. എന്തോ എന്നാ പിന്നെ സർവത്തും ഇതുപോലെ അങ്ങോട്ട് കാച്ചാല്ല. നമുക്ക് കാച്ചാം. അതെ, സർവത്തിന് എന്താണ് അച്ഛാ വേണ്ടത്? സർവത്തിന് ഒരു മുട്ട വേണം, നറുനീണ്ടി വേണം. നറുനീണ്ടി നമ്മളെ മണ്ണിന്റെ അങ്ങനെ നറുനീണ്ടി എന്ന് കേട്ടിട്ടുണ്ട്. അത് വേണം. പിന്നെ പഞ്ചസാര നമ്മൾ ഇതുപോലെ ഉരുക്കണം, അടപ്പിലിട്ട് ഉരുക്കി അത് ചേർത്ത് തിളപ്പിക്കണം. അപ്പൊ ഇത് നല്ല കളർ വരും, നല്ല കളറാണ്. പഞ്ചസാര നറുനീണ്ടിയുടെ കളറാണ് വെക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ സർവത്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ആ ശരി ശരി. അപ്പൊ അങ്ങനെ പാനി ആക്കിക്കൊണ്ടിരിക്കും. കുറച്ചേ പാനിയാക്കിയല്ലേ ശരണ്യ? ആ അതെ, പാനി ഒഴിച്ചോണ്ടിരിക്കുക. ഒഴിച്ചു മറിക്കണം അല്ലേ? പിന്നെ 2 ഡയമണ്ടും കൂടി മിക്സ് ചെയ്തല്ലേ? അതെ 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 അതെ. പാനി ഇച്ചിരി കുറവാണ് കേട്ടോ. മധുരം അമ്മ ഇച്ചിരി മധുരം കുറവാണെങ്കിൽ ക്ഷമിക്കണം. ഞാൻ പറഞ്ഞിട്ടാണ് മധുരം കുറച്ചത്. എന്താ കൂട്ടുകാരെ, ബീട്രൂട്ടിൻ്റെതും മഞ്ഞയും കൂടി മിക്സാണ്. അതെ അതെ അതെ. ഇതാണ് ഇന്നത്തെ ചായ കുടിയുടെ പലഹാരം അല്ലേ? ആമാമാ. ഞാൻ ഇച്ചിരി എരിവുള്ള കഴിച്ചോളാം. എനിക്ക് തോന്നി അമ്മ അങ്ങനെ പറയൂ. അമ്മക്ക് എല്ലാത്തിനും മധുരം വേണം. ഷുഗർ ആണെങ്കിലും അമ്മക്ക് മധുരം വേണം. ശരണ്യ അടിപൊളിയാണല്ലേ? ആ അമ്മക്ക് നേരാണ്. ഇപ്പൊ 120 ഉള്ളു അല്ലേ? അമ്മ ഇത് പറഞ്ഞെങ്കിലും ഞാനിപ്പോ അത് എടുത്ത് കഴിച്ചപ്പോ ഒത്തിരി ഓവർ മധുരമില്ല, എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റിയ മധുരം ഉണ്ട്. അത് മതി തന്നെ, ഒത്തിരി മധുരം കൊള്ളത്തില്ല. അതെ അതെ മറന്നാലും അതെ അതെ. കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ അല്ലേ കൂട്ടാക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ